പൾസ് നോക്കുമ്പോൾ തള്ളവിരൽ ഉപയോഗിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ സൂക്ഷിക്കാം, നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതും പഠിച്ചതും തെറ്റായിരിക്കാം. നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൽ വൈറ്റൽ സയൻസ് പഠിക്കുമ്പോൾ ഭൂരിഭാഗം കുട്ടികളും വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണിത്. പൾസ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി രോഗിയുടെ കൈത്തണ്ടയിൽ തള്ളവിരൽ അമർത്തി പിടിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ബീറ്റ്സ് അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ആ എണ്ണുന്നത് രോഗിയുടെ ഹൃദയമിടിപ്പല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതറിയാതെ പലരും തെറ്റായ റീഡിംഗ് ആണ് ചാർട്ടിൽ എഴുതുന്നത്. എന്തുകൊണ്ടാണ് തള്ളവിരൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? ഇതിന് പിന്നിൽ ഒരു അനാട്ടമിക് റീസൺ ഉണ്ട്. നമ്മുടെ മറ്റു വിരലുകളെ അപേക്ഷിച്ച് തള്ളവിരൽ സ്വന്തമായി ശക്തമായ ഒരു ആർട്ടറി കടന്നു പോകുന്നുണ്ട്. ഇതിനെ പ്രിൻസെപ്സ് പോളിസിസ് ആർട്ടറി എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തള്ളവിരൽ വെച്ച് രോഗിയുടെ പൾസ് നോക്കുമ്പോൾ രോഗിയുടെ പൾസിന് പകരം നിങ്ങളുടെ സ്വന്തം വിരലിലെ പൾസാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മാത്രം ഉപയോഗിച്ച് റേഡിയൽ പൾസ് നോക്കണമെന്ന് പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമാണെന്ന് ഒരിക്കലും കരുതരുത്. ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഹൃദയമിടിപ്പ് കുറവുള്ള ഒരു രോഗിയുടെ പൾസ് നോക്കുമ്പോൾ നിങ്ങളുടെ പൾസ് എണ്ണി നോർമൽ ആണെന്ന് തെറ്റായി റിപ്പോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ രോഗിക്ക് കിട്ടേണ്ട അടിയന്തര ചികിത്സ വൈകിപ്പോകും. ഒരു നേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ അസസ്മെന്റ് സ്കില്ല് അവിടെ ചോദ്യം ചെയ്യപ്പെടും. കൈത്തണ്ടയിൽ പൾസ് കിട്ടാത്ത എമർജൻസി ഘട്ടങ്ങളിൽ സ്റ്റെതസ്കോപ്പ് ഇല്ലാതെ തന്നെ പൾസ് കൃത്യമായി അറിയാൻ കഴുത്തിലെ കരോട്ടിഡ് ആർട്ടറി നോക്കാറുണ്ട്. എന്നാൽ കരോട്ടിഡ് പൾസ് നോക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, രോഗിയുടെ ജീവൻ വരെ പോയേക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിൾ ആയി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യും.